ഹരേ കൃഷ്ണ. നന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലിയുഗത്തിൽ ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം ലഭിച്ച രാമലക്ഷ്മണന്മാരുടെ ഒരു വലിയ ഭക്തനായിരുന്നു തുളസീദാസ്. ശ്രീ ഹനുമാൻ സ്വാമിയെ തന്നെ ഗുരുവായി ലഭിച്ച് ഹനുമാൻ ചാലിസ രചിച്ചതും ഈ തുളസീദാസ് തന്നെയാണ്. തുളസീദാസിൻ്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തുളസീദാസ് വാൽമീകിയുടെ പുനർജന്മമാണെന്നാണ് പറയുന്നത്. ഭവിഷ്യപുരാണത്തിൽ പറയുന്നത് അദ്ദേഹം വാൽമീകിയുടെ പുനർജന്മമാണ്. കലിയുഗത്തിൽ സംസ്കൃതത്തിൽ ആൾക്കാർക്ക് കൂടുതൽ ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. സംസ്കൃതം വായിക്കാനൊന്നും കൂടുതൽ അറിവ് ഈ കലിയുഗത്തിലുള്ള മനുഷ്യർക്ക് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കി എല്ലാവരിലേക്കും രാമായണം എത്തിക്കണം. രാമായണം പ്രസിദ്ധി ആർജിക്കണം. രാമായണം എല്ലാവരും വായിക്കണം. അതിൻ്റെ ആ ഒരു പ്രസിദ്ധി ഒരിക്കലും കുറയാൻ പാടില്ല എന്നുള്ള ആ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടിയാണ് വാൽമീകി പുനർജനിക്കുന്നത് തുളസീദാസായിട്ട്. അദ്ദേഹം ഹിന്ദിയിലേക്ക് ഈ രാമായണം തർജ്ജിമ ചെയ്തത് തുളസീദാസാണ്. രാമചരിതമാനസം എന്നാണ് അതിൻ്റെ പേര്. അത് രചിച്ചത് തുളസീദാസാണ്. ആ തുളസീദാസിൻ്റെ കഥയാണെന്ന് പറയാൻ പോകുന്നത്. തുളസീദാസ് ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛനമ്മമാരാൽ തിരസ്കരിക്കപ്പെട്ട ഒരു ബാല്യമായിരുന്നു. അലഞ്ഞു തിരിഞ്ഞ് നടന്ന തുളസീദാസിനെ പാർവതീദേവി അന്നമൂട്ടിയിട്ടുണ്ട്. പാർവതീദേവി പരമേശ്വരി ദേവിയുടെ കയ്യിൽ നിന്ന് അന്നമുണ്ട ആ കുട്ടിയുടെ ജീവിതം ഒരിക്കലും വ്യർത്ഥമാവില്ലല്ലോ. തുളസീദാസ് പിന്നെ കുട്ടിക്കാലത്ത് തന്നെ ഭഗവാനോട് അഗമ്യമായൊരു ഭക്തി ഉണ്ടായിരുന്നു. വളർന്ന കൗമാരമായി യൗവനമൊക്കെ ആയപ്പോഴത്തേക്ക് വിവാഹം കഴിച്ചു കഴിഞ്ഞതോടുകൂടി ഭക്തിയൊക്കെ പോയി. പെട്ടെന്ന് ഭക്തിയിൽ നിന്നൊക്കെ വേറിട്ടൊരു ജീവിതമാണ് അദ്ദേഹം. വിവാഹത്തിന് ശേഷം ഇദ്ദേഹം ഭാര്യയോട് കൂടുതലായൊരു സ്നേഹമുണ്ടാവുകയും ലൗകികമായ ജീവിതത്തിലേക്ക് കൂടുതലൊരു പ്രാധാന്യം കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. ഭാര്യയെ വേറിട്ട് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. പക്ഷേ ആ ഭാര്യ തന്നെയാണ് ഭഗവാനിലേക്ക് ഇദ്ദേഹത്തെ വീണ്ടും എത്തിക്കുന്നത്. ഒരിക്കൽ അതിന് ഒരു പ്രത്യേക ഒരു കഥയും കൂടിയുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യാഗൃഹത്തിലേക്ക് പോവുകയാണ്. അന്ന് ഒരു വലിയ മഴയൊക്കെ ഉള്ള ഒരു രാത്രിയായിരുന്നു. ഇദ്ദേഹത്തിന് ഭാര്യയെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന് അമിതമായൊരു കാമാസക്തി മൂലം അദ്ദേഹം അന്ന് രാത്രി തന്നെ ഭാര്യാഗൃഹത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു വലിയൊരു പുഴ നീന്തി കടക്കണം. നല്ല മഴയുള്ള രാത്രിയാണ്. അദ്ദേഹം അങ്ങനെ ആ പുഴ നീന്തി കടക്കാൻ നോക്കുമ്പോൾ ഒരു തടിക്കഷ്ണം വരുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. ആ തടിക്കഷ്ണത്തിൽ തൂങ്ങിപ്പിടിച്ച് അദ്ദേഹം ഒരു കണക്കിന് ഒരു വിധത്തിൽ ആ പുഴയുടെ അക്കരെ എത്തി. പക്ഷെ അക്കരെ എത്തി നോക്കുമ്പോഴാണ് കാണുന്നത് താൻ ഇത്രയും നേരം തുഴഞ്ഞു വന്ന ആ ഒരു മരത്തടി അതൊരു ശവശരീരമായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് അദ്ദേഹം ഓടിക്കൊതച്ച് വെപ്രാളപ്പെട്ട് അദ്ദേഹം ഭാര്യാഗൃഹത്തിലെത്തുന്നു. വന്നപാടെ ഭാര്യയോട് ഇതെല്ലാം അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഭാര്യയ്ക്ക് അദ്ദേഹത്തിനോട് വളരെയേറെ ദേഷ്യമാണ് തോന്നുന്നത്. അവർ പറയുകയാണ്, ഇത്രയേറെ ഒരു മോശമായ ചിന്തയിലാണോ അങ്ങയുടെ ജീവിതം? ഈ ഒരു ആസക്തി, ഈ ഒരു ഭാര്യയോടുള്ള അമിതമായ സ്നേഹം, കാമാസക്തി, ഈ ആസക്തിയെ അങ്ങയ്ക്ക് ഭഗവാനോടാണ് തോന്നിയിരുന്നെങ്കിൽ അങ്ങയ്ക്ക് എന്നേ മോക്ഷം കിട്ടിയേനെ എന്ന് ഭാര്യ പറയുകയാണ്. ഭാര്യയുടെ ആ ഒരു വാക്കിൽ അദ്ദേഹത്തിന് പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടാവുകയാണ്. അദ്ദേഹം ചിന്തിക്കുകയാണ്. പിന്നീട് അദ്ദേഹം ആ ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് കുറേ നിശബ്ദനായി പോവുകയാണ്. അതിനുശേഷം അദ്ദേഹം വാരണാസിയിലേക്ക് പോകുന്നു. പിന്നീട് ലൗകിക ജീവിതങ്ങളെല്ലാം അദ്ദേഹം അവിടെ ഉപേക്ഷിക്കുകയാണ്. ഭഗവാനിലേക്ക് മാത്രം അടുക്കാൻ വേണ്ടി അദ്ദേഹം വാരണാസിയിൽ പോകുന്നു. അവിടെ ഒരു ക്ഷേത്രത്തിൽ അദ്ദേഹം താമസിക്കുകയാണ്. അവിടെ താമസിച്ചുകൊണ്ട് അദ്ദേഹം എന്നും രാവിലെ കുളിക്കാനായി, സ്നാനം ചെയ്യാനായി ഗംഗാനദിയിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് ഒരു കുടത്തിൽ സ്നാനത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഒരു കുടത്തിൽ കുറച്ച് ഗംഗാജലം കൊണ്ടുവരുന്നു. അത് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അദ്ദേഹം ബാക്കി വരുന്ന ഗംഗാജലം ഒഴിക്കുന്നുണ്ട്. ആ വൃക്ഷത്തിൽ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മോക്ഷം കിട്ടാത്ത ഒരു ആത്മാവ് ആ വൃക്ഷത്തിൽ
താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും ഈ ഗംഗാജലം കൊണ്ടുവന്ന് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കും. അപ്പോൾ ഇത് ഒഴിക്കുന്നതോടൊപ്പം അദ്ദേഹം രാമമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ഒരു രാമമന്ത്രത്തിലും ഗംഗാജലത്തിൽ മുങ്ങി ആ വൃക്ഷത്തിൽ താമസിച്ചിരുന്ന ആ പ്രേതാത്മാവിന് മോക്ഷം കിട്ടുകയാണ്. മോക്ഷം കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെയേറെ കാലമായിട്ട് ആത്മാവ് ഒരു മനുഷ്യജന്മം കിട്ടാൻ വേണ്ടി അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. എത്രയോ വർഷങ്ങളോളം, എത്രയോ കാലങ്ങൾ, എത്രയോ യോനികളിലൂടെ കടന്നു പോയതിന് ശേഷമാണ് നമുക്ക് ഒരു മനുഷ്യജന്മം ലഭിക്കുന്നത്. ആ മനുഷ്യജന്മത്തിൽ നമ്മൾ നാമം ജപിച്ച് ഭഗവാനെ അറിഞ്ഞ് ഭഗവാനിൽ ചേരാനായിട്ട് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ജന്മം. ഈ മനുഷ്യജന്മം കിട്ടുന്നത് തന്നെ ഭഗവാനിൽ ലയിച്ച് ചേരാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ ഭഗവാനിലേക്ക് എത്തിയില്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ കുറേ ജന്മങ്ങൾ ജനിച്ച് മരിച്ച് അങ്ങനെയാണ് വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടണം. മനുഷ്യജന്മം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനോട് കർമ്മങ്ങൾ ചെയ്ത് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം അപ്പോൾ ഈ വൃക്ഷത്തിലിരിക്കുന്ന ആ പ്രേതാത്മാവിന് മോക്ഷം കിട്ടുകയാണ്. ആ പ്രേതാത്മാവ് ഇദ്ദേഹത്തിനോട് അങ്ങനെ തുളസീദാസിലൂടെ ആ വൃക്ഷത്തിൽ താമസിച്ചിരുന്ന ആ പ്രേതാത്മാവിന് മോക്ഷം കിട്ടുകയാണ്. ഒരു മനുഷ്യജന്മം കിട്ടാനായി വളരെയേറെ കാലമായി അവിടെ ആ വൃക്ഷത്തിൽ താമസിച്ചിരുന്ന ആ പ്രേതാത്മാവിന് പെട്ടെന്ന് മോക്ഷം കിട്ടിയത് ഇദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന രാമമന്ത്ര ജപത്തിനാലും ഗംഗാജലത്തിലെ സ്നാനം കൊണ്ടുമൊക്കെയാണ്. അങ്ങനെ പ്രേതാത്മാവിന് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വരം കൊടുക്കണം എന്നൊരു ആഗ്രഹം തോന്നുകയാണ്. തുളസീദാസിനോട് ഈ പ്രേതാത്മാവ് ചോദിക്കുകയാണ്, ഞാൻ അങ്ങേക്ക് എന്താണ് നൽകേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തുളസീദാസ് പറയുകയാണ്, എനിക്ക് ഒന്ന് മാത്രമേ വേണ്ടൂ, രാമലക്ഷ്മണന്മാരെ കാണാൻ സാധിക്കണം. അവരെ കണ്ട് ഒന്ന് തൊഴുത് അവരോട് ഒരു അനുഗ്രഹം മേടിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അത് മാത്രമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുകയാണ്. അപ്പോൾ ആ പ്രേതാത്മാവ് പറയും, അയ്യോ അതൊന്നും എനിക്ക് കഴിയില്ല. അവരെ കാണാൻ കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് എന്നേ മോക്ഷം കിട്ടിയേനെ. ഞാൻ ഇങ്ങനെ ഇവിടെ ഈ പ്രേതാത്മാവായി ജീവിക്കുമായിരുന്നു. അതുകൊണ്ട് അതെനിക്ക് കഴിയില്ല. പക്ഷേ താങ്കൾക്ക് അതിന് പകരം ഞാൻ വേറൊരു സഹായം ചെയ്യാം. അവരെ കാണാനായിട്ട് ഞാൻ വേറൊരു ആളെ അങ്ങേക്ക് പരിചയപ്പെടുത്താം. ഭഗവാന്റെ രാമലക്ഷ്മണന്മാരുടെ ദാസ്യഭക്തിക്ക് ഉത്തമ ഉദാഹരണമാണ് ശ്രീ ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി എന്ന് കേൾക്കുമ്പോൾ രാമനെ കേൾക്കുമ്പോൾ, രാമൻ്റെ പേര് കേൾക്കുമ്പോൾ ഹനുമാൻ സ്വാമിയെ കൂടി നമ്മൾ ഓർക്കാറുണ്ട്. അങ്ങനെ ഈ പ്രേതാത്മാവ് തുളസീദാസിനോട് പറയുകയാണ്, ഇവിടെ അടുത്ത ഒരു ക്ഷേത്രമുണ്ട്, രാംജി ക്ഷേത്രം. ആ രാംജി ക്ഷേത്രത്തിൽ ദിവസവും വൈകുന്നേരം രാമായണം പാരായണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രാമായണ പാരായണം കേൾക്കാൻ ഒരാൾ വരാറുണ്ട് ദിവസവും. ആരാണ്? ശ്രീ ഹനുമാൻ സ്വാമി വരാറുണ്ട് അവിടെ. അങ്ങ് ആ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് ചെല്ലു. ആ ഹനുമാൻ സ്വാമിയുടെ ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങേക്ക് രാമലക്ഷ്മണന്മാരെ കാണാൻ സാധിക്കും എന്ന് പറയുകയാണ്. വളരെ സന്തോഷമായി തുളസീദാസിന്. ഉടനെ തന്നെ അദ്ദേഹം അന്ന് രാംജി ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. അവിടെ രാമായണ പാരായണം നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ രാമായണ പാരായണം കേൾക്കാനായിട്ട് ശ്രവിക്കാൻ വരുന്നുണ്ട്. അതൊക്കെ കേട്ട് അങ്ങനെ തുളസീദാസും ആ രാമായണ പാരായണം കേൾക്കാൻ ഇരിക്കുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹം ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ വീക്ഷിച്ചിരിക്കുകയാണ്. കാരണം ഹനുമാൻ സ്വാമി വരുന്നത് നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് കുറേ നേരത്തിന് ശേഷം, കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ ജാൻബാഹുവായ ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്. വൃദ്ധനായിട്ടാണ് വരുന്നത്. ഒരു പുതപ്പൊക്കെ പുതച്ച് അങ്ങനെ വളരെ ഗാംഭീര്യമായ ഒരു ശരീരത്തോടു കൂടിയാണ് അദ്ദേഹം വരുന്നത്. പക്ഷേ അദ്ദേഹം അവിടെ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ആരും തിരിച്ചറിയാതിരിക്കാൻ ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഹനുമാൻ സ്വാമി വരുന്നത്. അവിടെ വന്നിരുന്ന് ഹനുമാൻ സ്വാമി ആ രാമായണ പാരായണം കേൾക്കുകയാണ്. അത് കേൾക്കുന്നത്, ആ കഥ പാരായണം ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൂടി കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ആ പാരായണം കേൾക്കുന്ന സമയത്തൊക്കെ ഹനുമാൻ സ്വാമി
രാമ 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 എന്നിങ്ങനെ മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്ന തുളസീദാസിന് ഹനുമാൻ സ്വാമിയെ ഉറപ്പായും കണ്ടെത്താൻ കഴിയും. അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെ രാമായണ പാരായണമൊക്കെ കഴിഞ്ഞു, ആൾക്കാരൊക്കെ പിരിഞ്ഞുപോയി. എങ്കിൽ പോലും ഹനുമാൻ സ്വാമി അവിടുന്ന് പോകുന്നില്ല. അദ്ദേഹം ആ രാമായണ പാരായണം കേട്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അതിൽ ആറാടി അങ്ങനെ വീണ്ടും അത് കേട്ട് മനസ്സിൽ നിന്ന് പോകാതെ അതിൽ ആറാടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തുളസീദാസ് ചെല്ലുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ഹനുമാൻ സ്വാമിയോട് പറയുകയാണ്. ഹനുമാൻ സ്വാമിയുടെ കാലിൽ തൊട്ട് വണങ്ങുന്നു. അപ്പോൾ അദ്ദേഹം പറയും, എന്താണ് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഹനുമാൻ സ്വാമി തുളസീദാസ് ഹനുമാൻ സ്വാമിയോട് പറയുകയാണ്, എനിക്ക് മനസ്സിലായി അങ്ങ് ആരാണെന്ന്. അങ്ങ് ഹനുമാൻ സ്വാമി അല്ലേ? എനിക്ക് മനസ്സിലായി എന്ന് പറയും. അപ്പോൾ ഹനുമാൻ സ്വാമി പറയും, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ ഹനുമാനാണെന്നോ? ഹനുമാൻ സ്വാമി എവിടെ കിടക്കുന്നു? ഞാൻ എവിടെ കിടക്കുന്നു? എനിക്ക് ഹനുമാൻ സ്വാമിയുടെ ഒരു ഛായയുമില്ല. നിങ്ങൾ എന്താണ് എന്നെ ഹനുമാൻ സ്വാമിയാണെന്ന് പറയുന്നത്? ഞാനല്ല എന്ന് പറയുകയാണ്. അപ്പോൾ തുളസീദാസ് പറയും, അല്ലല്ല, എനിക്ക് നല്ല തീർച്ചയുണ്ട് അങ്ങ് ഹനുമാൻ സ്വാമി തന്നെയാണ്. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ അങ്ങയെ കാണാനായിട്ട് ആഗ്രഹിച്ചു വരികയാണ്. എനിക്ക് ശ്രീരാമലക്ഷ്മണന്മാരെ കാണാൻ കഴിയണം. അതിന് അങ്ങയുടെ സഹായം കൂടിയേ തീരൂ. എനിക്ക് അവരെ കാണാൻ എന്തെങ്കിലും ഒരു മാർഗം നിർദ്ദേശിച്ചു തരൂ. അങ്ങ് എന്നെ ഒരു ശിഷ്യനായി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഹനുമാൻ സ്വാമിയുടെ പാദത്തിൽ നമസ്കരിക്കുകയാണ് തുളസീദാസ്. അപ്പോൾ പിന്നീട് ഈ തുളസീദാസിൻ്റെ ആ ഒരു ഭക്തിയിൽ ഹനുമാൻ സ്വാമിക്ക് പിന്നീട് ഒന്നും പറയാൻ കഴിയുന്നില്ല. ഹനുമാൻ സ്വാമി തുളസീദാസിനെ അനുഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്നു, രാമലക്ഷ്മണന്മാരെ തീർച്ചയായും താങ്കൾക്ക് കാണാൻ കഴിയും. പക്ഷേ അതിനു മുമ്പ് താങ്കൾ രാമായണം പാരായണം ചെയ്യണം, അത് എഴുതണം, രാമായണം രചിക്കണം. താങ്കൾ വാൽമീകിയുടെ പുനർജന്മമാണ്. താങ്കൾക്ക് മാത്രമേ രാമായണം രചിക്കാൻ കഴിയൂ. രാമചരിതമാനസം അത് താങ്കൾക്ക് മാത്രമേ രചിക്കാൻ കഴിയൂ. താങ്കൾ അത് തീർച്ചയായും രചിക്കണം. അതിന് എന്തെങ്കിലും തടസ്സം വന്നാൽ ഉറപ്പായും ഞാൻ അങ്ങയെ സഹായിക്കാൻ വരും. എൻ്റെ ഒരു സഹായം എപ്പോഴും അങ്ങയ്ക്കുണ്ടാകും. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, ചിത്രകൂടത്തിലേക്ക് പോകൂ. അവിടെ ഇരുന്ന് താങ്കൾ രാമചരിതമാനസം രചിക്കൂ. താങ്കളുടെ കൂടെ എപ്പോഴും ഞാനുണ്ടാകും. എന്താവശ്യത്തിനും എന്നെ വിളിക്കൂ എന്ന് ഹനുമാൻ സ്വാമി പറയുകയാണ്. അവിടെ ഇരുന്ന് രാമചരിതമാനസം രചിക്കുമ്പോൾ താങ്കൾക്ക് രാമനോട് കൂടുതൽ അടുക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായും രാമലക്ഷ്മണന്മാർ താങ്കളെ കാണാൻ വരും എന്ന് പറഞ്ഞ് ഹനുമാൻ സ്വാമി തുളസീദാസിനെ അനുഗ്രഹിക്കുകയാണ്. അങ്ങനെ തുളസീദാസ് ചിത്രകൂടത്തിലേക്ക് പോവുകയാണ്. അവിടെ പോയിരുന്ന് അവിടെ വരുന്ന ഭക്തന്മാർക്കൊക്കെ ഈ രാമചരിതമാനസം രചിക്കുകയും അവരുടെ ആ രാമൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. വളരെ ഭക്തിയോടുകൂടി പറഞ്ഞു കൊടുക്കുന്ന ആ കഥ അവിടെ വരുന്നവർക്കും വളരെയേറെ ഭക്തി ജനിപ്പിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇരുന്ന് രാമചരിതമാനസം ചിത്രകൂടത്തിലിരുന്ന് രചിക്കുകയും ഒപ്പം തന്നെ തുളസീദാസ് വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ ചന്ദനം കൂട്ട് അരക്കുന്ന ഒരു പണി അവിടെ ഇരുന്ന് ആ ചിത്രകൂടത്തിൻ്റെ അവിടെ ഇരുന്ന് ചന്ദനക്കൂട്ട് അരച്ച് വരുന്നവരുടെയൊക്കെ നെറ്റിയിൽ ചന്ദനം തൊടുവിച്ചു കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. തുളസീദാസ് ആ ഒരു ജോലിയും കൂടി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരുന്ന് രാമചരിതമാനസം രചിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ രാമചരിതമാനസം രചിക്കുകയും കഥകൾ പറയുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രശസ്തി വളരെയേറെ അങ്ങനെ കൂടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് കൂടുതൽ അങ്ങനെ പ്രസിദ്ധി നമ്മുടെ അക്ബറിൻ്റെ അന്നത്തെ അവിടുത്തെ സുൽത്താനായ അക്ബറിൻ്റെ കാതിലും ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി ആർജിക്കും. അക്ബർ പറയുകയാണ്, അന്ന് ചക്രവർത്തിയായിരുന്ന അക്ബർ പറയുകയാണ്, തുളസീദാസിനെ ഇങ്ങോട്ട് വിളിക്കൂ, നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്, അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിക്കൂ എന്ന് പറയും. അങ്ങനെ തുളസീദാസിനെ അക്ബർ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. തുളസീദാസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുകയാണ്, നിങ്ങൾ രാമൻ്റെ കഥകൾ പറയുന്നതൊക്കെ ഞാൻ അറിഞ്ഞു, വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ കഥകൾ കൂടി പറയൂ, എല്ലാവരും എൻ്റെ കഥകൾ കൂടി അറിയട്ടെ, അങ്ങ് എൻ്റെ കഥകൾ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കൂ എല്ലാവർക്കും എന്ന് പറയും.
അപ്പോൾ തുളസീദാസ് പറയും, എൻ്റെ രാമൻ എൻ്റെ ഈശ്വരനാണ്, എൻ്റെ ഈശ്വരനെ പറ്റിയുള്ള കഥകൾ പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് എൻ്റെ ജന്മം തന്നെ. അദ്ദേഹത്തിൻ്റെ കഥകളല്ലാതെ വേറെ ആരുടെയും കഥകൾ ഞാൻ പറയുകയില്ല എന്ന് തുളസീദാസ് അക്ബറിനോട് പറയുകയാണ്. ഇതിൽ അക്ബറിന് വളരെയേറെ കോപം വരുന്നു. അദ്ദേഹം തുളസീദാസിനെ തുറങ്കിലടക്കാനായിട്ട് ആജ്ഞാപിക്കുകയാണ്. അങ്ങനെ തുളസീദാസിനെ അവിടെ ഒരു കാരാഗ്രഹത്തിൽ അടക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തുറങ്കിലടച്ച് അകത്തിരുന്നു കൊണ്ട് രാമചരിതമാനസം എഴുതാനായിട്ട് അങ്ങനെ മനസ്സ് ആഗ്രഹിക്കുകയാണ്. പക്ഷേ രാമചരിതമാനസം എഴുതി തുടങ്ങിയപ്പോൾ തന്നെ തടസ്സം നേരിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട്, ആ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ടാണ് ഹനുമാൻ ചാലിസ രചിക്കുന്നത്. തൻ്റെ രാമചരിതമാനസം രചനയിൽ എന്തെങ്കിലും തടസ്സം വരികയാണെങ്കിൽ ഉറപ്പായും ഹനുമാൻ സ്വാമി വന്ന് തന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഹനുമാൻ സ്വാമിയെ വിളിക്കുകയാണ്. ഹനുമാൻ സ്വാമിക്ക് വേണ്ടി ആ കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് തുളസീദാസ് ഹനുമാൻ ചാലിസ രചിക്കുകയാണ്. ചാലിസ എന്ന് പറഞ്ഞാൽ 40 ശ്ലോകങ്ങളാണ് ഹനുമാൻ ചാലിസയിലുള്ളത്. അവിടെ ഇരുന്ന് ഹനുമാൻ ചാലിസ രചിക്കുകയും പിന്നീട് ദിവസവും രാവിലെ അദ്ദേഹം ഈ ഹനുമാൻ ചാലിസ അങ്ങ് ചൊല്ലി തുടങ്ങുകയാണ്. എല്ലാ ദിവസവും ഹനുമാൻ ചാലിസ ചൊല്ലി അദ്ദേഹം ഹനുമാനെ പ്രീതിപ്പെടുത്തുകയാണ്. ഒരിക്കൽ ഹനുമാൻ സ്വാമി അവിടെ ഇരുന്ന് ഇത് കേൾക്കുകയാണ്. അദ്ദേഹം അവിടെ ആ ഫത്തേപൂർ സിക്രിയിൽ, അവിടെയാണ് അക്ബറിൻ്റെ ഫത്തേപൂർ സിക്രിയിൽ അവിടെയാണ് തുളസീദാസിനെ ആ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നത് അക്ബർ. അവിടേക്ക് വരികയാണ് ഹനുമാൻ സ്വാമി. അവിടെ ഇരുന്ന് തുളസീദാസ് രചിക്കുന്ന ആ ചൊല്ലുന്ന ഹനുമാൻ ചാലിസ ഹനുമാൻ കേൾക്കുകയാണ്. അദ്ദേഹത്തിന് വളരെയേറെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഹനുമാൻ ചാലിസ. അദ്ദേഹത്തിന് വളരെയേറെ ഇഷ്ടമാണ്. ശ്രീ ഗുരുചരണം എന്നാണ് ആ തുടങ്ങുന്നത് തന്നെ. ഗുരുവിനെ ഭജിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഗുരുവാരാണ്? ഹനുമാൻ സ്വാമിയുടെ ഗുരു സീതാദേവിയാണ്. ലക്ഷ്മിയുടെ അംശമായ സീതാദേവിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ആ ഹനുമാൻ ചാലിസ തുടങ്ങുന്നത് തന്നെ. ഹനുമാൻ ഗുരുവായി കാണുന്നത് സീതാദേവിയെ തന്നെയായിരുന്നു. അങ്ങനെ സീതാദേവിയുടെ പേര് പറഞ്ഞ് അത് തുടങ്ങുന്ന ആ ഹനുമാൻ ചാലിസ, 40 ശ്ലോകങ്ങളടങ്ങുന്ന ഹനുമാൻ ചാലിസ രചിച്ച് തുളസീദാസ് ആ കാരാഗ്രഹത്തിലിരുന്ന് ചൊല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ഹനുമാൻ ചാലിസ രചിച്ച് ഹനുമാനെ ക്ഷണിക്കുകയാണ്. ഹനുമാൻ വന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ അക്ബറിൻ്റെ നമ്മുടെ അക്ബറിൻ്റെ അനുയായി വന്നിട്ട് തുളസീദാസിനെ വിളിക്കുകയാണ്. അങ്ങേ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു, വേഗം വരൂ എന്ന് പറയുന്നു. അപ്പോൾ തുളസീദാസ് ചോദിക്കും, എന്തിനാണ് എന്നെ ഇപ്പോൾ അങ്ങോട്ട് ക്ഷണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം ആ അനുയായി പറയുകയാണ്, അത് ഫത്തേപൂർ സിക്രി മുഴുവൻ ചുറ്റിനും കുരങ്ങന്മാർ വളയം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അക്ബറിനോട് എന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ പറയുകയാണ്, ഇത് ആരുമല്ല, ഹനുമാൻ സ്വാമിയാണ് ഈ നമുക്ക് ഈ ഫത്തേപൂർ സിക്രി ചുറ്റിനും വളഞ്ഞിരിക്കുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഒരു കളിയാണ്. അദ്ദേഹം നമ്മുടെ തുളസീദാസിനെ പുറത്തിറക്കിയാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്കൊരു രക്ഷയുള്ളെന്ന് പറയുകയാണ്. അങ്ങനെ തുളസീദാസിനെ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തേക്ക് വിടുന്നു. അങ്ങനെ വീണ്ടും തുളസീദാസ് ചിത്രകൂടത്തിൽ വന്നിരുന്ന് വീണ്ടും രാമചരിതമാനസം രചനയിൽ മുഴുകുകയാണ്. അങ്ങനെ അവിടെ ഇരുന്ന് രാമചരിതമാനസം മുഴുവനായിട്ട് രചിക്കുന്നു. അവിടെ ഇരുന്ന് രചിക്കുന്ന ആ സമയത്ത് ആൾക്കാർക്ക് കഥയും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു, ചന്ദന വരച്ച് തൊട്ട് കൊടുക്കുന്നു. ഒരിക്കൽ 2 ചൈതന്യമുള്ള കുട്ടികളെ പോലെ 2 കുട്ടികൾ ഇങ്ങ് വരുന്നത് തുളസീദാസ് കാണുന്നുണ്ട്. തുളസീദാസ് തോന്നുന്നു, ഇവർക്ക് എന്തൊരു ചൈതന്യമാണ് ഈ 2 കുട്ടികൾക്കും. അവർ വരുമ്പോൾ തന്നെ തുളസീദാസ് ചന്ദനം 2 പേരുടെയും നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് വളരെയേറെ സന്തോഷം തോന്നും. ആ കുട്ടികൾക്ക് ചന്ദനം തൊട്ട് കൊടുക്കുമ്പോൾ ആരാണെന്ന് അറിയില്ല, പക്ഷെ അവരത് തൊട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഹനുമാൻ സ്വാമി ഒരു തത്തയുടെ രൂപത്തിലാണ് വന്ന് തുളസീദാസിൻ്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, കണ്ടോ, ഇപ്പോൾ അങ്ങ് കണ്ടില്ലേ, അങ്ങ് ആരെയാണ് കാണാൻ ഇത്രയും നാൾ ആഗ്രഹിച്ചിരുന്നത്, അവരെ കണ്ടില്ലേ, ഇപ്പോൾ അങ്ങേ ചന്ദനക്കുറി തൊട്ട് കൊടുത്തത് ആർക്കാണ്?
സാക്ഷാൽ ശ്രീ രാമലക്ഷ്മണന്മാർക്കാണ് അങ്ങ് തൊട്ട് കൊടുത്തത്, അങ്ങ് അറിഞ്ഞില്ലേ അവരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് തുളസീദാസിന് മനസ്സിലാകുന്നത്, അയ്യോ കൺമുന്നിൽ വന്നിട്ടും എനിക്ക് അവരെ മനസ്സിലായില്ലല്ലോ. വളരെയേറെ സങ്കടപ്പെടുകയാണ്. പക്ഷേ ഹനുമാൻ സ്വാമി പറയും, സങ്കടപ്പെടേണ്ട, തീർച്ചയായും ഒരിക്കൽ അവർ താങ്കളുടെ മുന്നിൽ തീർച്ചയായും വരും എന്ന് പറഞ്ഞ് ഹനുമാൻ സ്വാമി പോവുകയാണ്. പിന്നീട് വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം രാമചരിതമാനസമൊക്കെ പൂർത്തിയാക്കി അദ്ദേഹം എല്ലാം പ്രചരിപ്പിച്ചു. പിന്നീട് ഭഗവാനിലേക്ക് അങ്ങനെ അടുക്കുകയാണ്. അപ്പോൾ വന്നു രാമലക്ഷ്മണന്മാർ അങ്ങനെ തുളസീദാസിനെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ വന്ന് തുളസീദാസിനെ കണ്ടു. അവർ രാമലക്ഷ്മണന്മാർ മുന്നിൽ വന്നപ്പോൾ തുളസീദാസിന് എന്ത് പറയണം ചെയ്യണമെന്നറിയില്ല. അദ്ദേഹം കണ്ണടച്ച് ധ്യാനത്തിൽ മുഴുകുകയാണ്, സമാധിയിലേക്ക് ഏർപ്പെടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അത്രയേറെ കൊതിച്ച് ഇരുന്നതാണ്. അങ്ങനെ ഭഗവാനിലേക്ക് തുളസീദാസ് എത്തിച്ചേരുകയാണ്. അങ്ങനെ ഹനുമാൻ ചാലിസയും രാമചരിതമാനസവും തുളസീദാസാണ് രചിച്ചത്. തുളസീദാസിൻ്റെ രാമചരിതമാനസം വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നവർ രാമഭക്തിയിൽ മുഴുകുമെന്നാണ് പറയുന്നത്. രാമനോട് അടുത്ത ഒരു ഭക്തിയിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. ഹനുമാൻ ചാലിസ വായിക്കുകയോ ദിവസവും ചൊല്ലുന്നവർക്ക്, ഹനുമാൻ ചാലിസ ദിവസവും ചൊല്ലുന്നവർക്ക് ഒരിക്കലും മരണഭയമോ ശത്രുഭയമോ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ദിവസവും ഹനുമാൻ ചാലിസയും രാമചരിതമാനസവും എല്ലാവരും കഴിയുന്നത് പോലെ ചൊല്ലുക. ഈ കർക്കിടക മാസത്തിൽ ശ്രീരാമസ്വാമിയെ സ്മരിച്ചുകൊണ്ട് ശ്രീരാമസ്വാമിയുടെയും ഹനുമാൻ സ്വാമിയുടെയും തുളസീദാസിൻ്റെയും ഒക്കെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.